നമസ്തേ. ഗുരു എന്ന് വെച്ചാൽ അധ്യാപകരെയാണ് നമ്മൾ സാധാരണ കണക്കാക്കാറുള്ളത്. എന്നാൽ അവധൂതൻ യദുമഹാരാജാവിന് നൽകുന്ന ഉപദേശത്തിൽ ഈ പ്രപഞ്ചം ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുരു. ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നിരീക്ഷിച്ചാലും നമുക്കതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചിലതിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് പഠിക്കാം, ചിലതിൽ നിന്ന് എന്ത് ചെയ്യരുതെന്ന് പഠിക്കാം. ചിലത് രണ്ടും പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കാം എന്ന് അരുളി ചെയ്തുകൊണ്ട് അവധൂതൻ പറയുന്നത്, ആദ്യത്തെ ഗുരു ഭൂമിയാണ്. ഈ ഭൂമിയെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മണ്ണ്, മറ്റൊന്ന് പർവ്വതങ്ങൾ, മരങ്ങൾ ഒക്കെ. ഭൂമിയിലൂടെ ധാരാളം ആൾക്കാർ സഞ്ചരിക്കുന്നു. ഭൂമിയിൽ വെട്ടുക, കിളയ്ക്കുക, ചില ദിക്കിൽ കുന്നുണ്ടാക്കുക, ചില ദിക്കിൽ കുഴിയുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂമി അതിന് പകരമായിട്ട് അല്ലെങ്കിൽ പ്രതികാരമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഭൂമിക്ക് അതിന് കഴിവില്ലാഞ്ഞിട്ടല്ല. അതാണ് ഭൂമിയുടെ ക്ഷമ അല്ലെങ്കിൽ തിരിക്ഷ എന്ന് പറയാം. എന്ന് വെച്ചാൽ പ്രതികാരം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാതിരിക്കുക. ആ ക്ഷമയാണ് ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. ഭൂമി പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ചിലപ്പോൾ അനുഭവമുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്താലും ഭൂമി അമ്മയെ പോലെ ക്ഷമിച്ച് സഹിച്ച് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു. അതായത് നമുക്ക് വേണ്ടതായ ഭക്ഷണം നൽകുന്ന ഈ ഭൂമിയാണ്. ഭൂമിയിൽ നിന്നല്ലാതെ എന്ത് വസ്തുക്കളാണ് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക? അപ്പോൾ മാംസഭുക്കുകൾ പറയും, പക്ഷേ ഈ മാംസം നമ്മൾ ഉപയോഗിക്കുന്നത് ആ ജീവികൾ ഈ ഭൂമിയിൽ നിന്ന് പലതും ഭക്ഷിച്ചിട്ടാണ് അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ പരോക്ഷമായിട്ട് അവയും ഭൂമിയുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ കാരുണ്യം കൊണ്ട് വളർന്നു വരുന്നവയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴങ്ങനെ ഭക്ഷണം നമുക്ക് നൽകുന്നത് ഭൂമി തന്നെയാണ്. ആ ഭൂമി ക്ഷമ പഠിപ്പിക്കുന്നു. ഭൂമിയെ ക്ഷമ എന്ന് സർവം സഹ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി മറ്റൊന്നാണ് പർവ്വതങ്ങൾ. പർവ്വതങ്ങളിൽ നിന്ന് എത്രയോ നദികൾ ഉത്ഭവിക്കുന്നു. ആ നദികൾ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ജലക്ഷാമമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കാറുണ്ട്. മരങ്ങളുടെ കാര്യം നോക്കിയാലോ, ഇത്രയും പരോപകാരം ചെയ്യുന്ന ഒരു വസ്തു വേറെ ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇലയായാലും കായായാലും പൂവായാലും വേരും തടിയും എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതൊന്നും ആ മരം ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. തന്നെ വെട്ടി വീഴ്ത്തുന്ന ആൾക്ക് പോലും തണൽ നൽകുന്ന സ്വഭാവമാണ് മരത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ മരത്തിൽ നിന്ന് നമുക്ക് പരോപകാരം പഠിക്കാം, ഭൂമിയിൽ നിന്ന് ക്ഷമയും പഠിക്കാം. ഇങ്ങനെ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഓരോന്ന് പഠിക്കാൻ സാധിക്കും എന്നാണ് യദുമഹാരാജാവിന് നൽകുന്നതായ ഉപദേശം. നമ്മൾ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ക്ഷമ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ക്ഷമിക്കുന്നത് ഭീരുത്വമാണ് എന്ന് ചിലർ വിചാരിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ വിചാരിക്കാനില്ല. അതേപോലെ തന്നെ പരോപകാരം ചെയ്യുന്നത് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് രണ്ടിനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിനു മുമ്പുള്ള ഇതിലൊക്കെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് യെസ് അർത്ഥം. ഷെയർ ചെയ്യുക, അതും യെസ് തന്നെ. ലൈക്ക് ചെയ്യുക, അത് എൽ. കമൻറ്റ് ചെയ്യുക, അത് സി. അപ്പോൾ SSLC ആയി. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. നമസ്കാരം.